ഈ കോഡിൽ വാർത്തകൾ വളരെ വിശദമായി പരിശോധിക്കാം. ജലവൈദ്യുതി പദ്ധതി കേസിൽ മുൻ ജമ്മു കശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വീട്ടിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും CBI റെയ്ഡ് നടത്തിയെന്നുള്ളത് ഇന്നത്തെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയായിരുന്നു. സത്യപാൽ മാലിക് എന്ന പേര് നിരവധി തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. മുൻ ജമ്മു കശ്മീർ ഗവർണറായിരുന്നു അദ്ദേഹം. 30ഓളം ഇടത്താണ് CBI പരിശോധന നടത്തിയത്. പദ്ധതിയുടെ കരാർ ഒരു കമ്പനിക്ക് നൽകുന്നതിന് വേണ്ടി വലിയ അഴിമതി നടന്നുവെന്നാണ് സത്യപാൽ മാലിക് ആരോപിച്ചിരുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ആരോപണം നേരത്തെ ഉയർത്തിയത് എന്നുള്ളതും ഇവിടെ ഏറെ പ്രാധാന്യമുള്ളതാണ്. അതായത് 624 മെഗാവാട്ടിന്റെ കിരു പദ്ധതി അടങ്ങുന്ന പദ്ധതിയുടെ ഫയലുകൾക്കാണ് അനുമതി നൽകാൻ വേണ്ടി തന്നെ സമീപിച്ചിരുന്നെന്നും നേരത്തെ തന്നെ സത്യപാൽ മാലിക് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 3 ഫയലുകൾ നീങ്ങുന്നതിന് വേണ്ടി തനിക്ക് വലിയ ഒരു തുക വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് സത്യപാൽ മാലിക് നേരത്തെ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് CBI ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എന്നുള്ളതാണ് ഏറെ കൗതുകം. അതായത് കിഷ്ത്വർ ജില്ലയിലുള്ള ചെനാബ് നദിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണിത്. അപ്പോൾ CBI നേരത്തെ ഡൽഹിയിലും ജമ്മു കശ്മീരിലുമായി 8ഓളം ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിനു മുൻപ് ഈ വിവരങ്ങൾ നമുക്ക് കൂടുതൽ അറിയാം, ഇന്നത്തെ റെയ്ഡിനെ പറ്റിയും മറ്റ് വിവരങ്ങളെക്കുറിച്ചും. അതായത് ഇപ്പോൾ CBI കേന്ദ്രാന്വേഷണ ഏജൻസിയാണ്. CBI ആണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സത്യപാൽ മാലിക്കിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നിരുന്നു. അതായത് സത്യപാൽ മാലിക്കിൻ്റെ വസതിയിലടക്കമാണ് CBI പരിശോധന ഇപ്പോൾ നടന്നിട്ടുള്ളത്. കിരു ജലവൈദ്യുത പദ്ധതി അഴിമതി കേസിലാണ് ഇപ്പോൾ നടപടി CBI എടുത്തിരിക്കുന്നത്. അതായത് ഇത് 2200 കോടിയുടെ ജലവൈദ്യുത പദ്ധതിയാണ്. അതിലാണ് 2 ഫയലുകൾ നീങ്ങാൻ വേണ്ടി തനിക്ക് വലിയ ഒരു തുക വാഗ്ദാനം നടന്നതായി സത്യപാൽ മാലിക് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർമ്മാണ ജോലികൾക്ക് കരാർ നൽകുന്നതിൽ അഴിമതി നടന്നു, ഈ കമ്പനിക്ക് കരാർ ജോലി നൽകുന്നതിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ഇതിലെ കേസായിരിക്കുന്നത്. അപ്പോൾ 300 കോടി രൂപ കൈക്കൂലി വാഗ്ദാനമായി നൽകി എന്നുള്ളതാണ് ഈ അഴിമതി ആരോപണം വരുന്നത്. ഈ 300 കോടി രൂപ സത്യപാൽ മാലിക്കിനെ ഈ ഫയലുകൾ നീങ്ങാൻ വേണ്ടി നൽകി എന്നുള്ളതാണ്, അല്ലെങ്കിൽ വാഗ്ദാനം നടന്നു എന്നുള്ളതാണ് പ്രധാനമായുമുള്ള വിവരം. അതുമാത്രമല്ല, ഈ ടെൻഡർ പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യപാൽ മാലിക്കിനെതിരെ ഇത്തരം ഒരു ആരോപണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലടക്കം CBIയുടെ റെയ്ഡ് നടക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആരായിരുന്നു സത്യപാൽ മാലിക് എന്നുള്ളത് പറഞ്ഞു. ജമ്മു കശ്മീരിൻ്റെ ഗവർണർ പദവിയിലിരുന്ന ആളാണ്. അതുമാത്രമല്ല, മോദിയുടെ വലിയ ആരാധകനും സന്തത സഹചാരിയുമൊക്കെ ആയിരുന്ന വ്യക്തി കൂടിയാണ് സത്യപാൽ മാലിക്. അധിക നാളായിട്ടില്ല ഇവർ തമ്മിലുള്ള ബന്ധം വഷളായിട്ട്. നേരത്തെ മോദിയെ പുകഴ്ത്തിയൊക്കെ അദ്ദേഹം പല വേദികളിലും പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ ബന്ധം വഷളാകുന്ന കാഴ്ചകൾ കണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമേ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് നടത്തിയ തുറന്നു പറച്ചിലാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2ാം വരവിൽ ഈ പുൽവാമ ഭീകരാക്രമണം എത്രമാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്, ഏറെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച പറ്റിയെന്ന ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം തുറന്നു പറഞ്ഞത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, അദ്ദേഹം ജമ്മു കശ്മീർ ഗവർണറായി അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് NDA സർക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടുകൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരുന്നു. വലിയ മാധ്യമ വാർത്തയായിരുന്നു അത്. അതുമാത്രമല്ല, കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനെതിരെ നിശിതമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല, ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഗുജറാത്തിൽ നരേന്ദ്രമോദി പ്രവർത്തിച്ചിരുന്നപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. കേന്ദ്രത്തിലേക്ക് പോയതിനു ശേഷമാണ് മോദിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അഴിമതി നടത്തുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ സത്യപാൽ മാലിക് പിന്നീട്
പറയുകയുണ്ടായി. അപ്പോൾ കർഷക സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഹരിയാനയിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിശിതമായ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സത്യപാൽ മാലിക് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ കർഷക സമരമൊക്കെ വീണ്ടും സജീവമാകുന്ന, കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ ഈ സത്യപാൽ മാലിക്കിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു നടപടി എടുക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി CBI സത്യപാൽ മാലിക്കിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ആരോപണം സത്യപാൽ മാലിക് നേരിടുന്നതിനൊപ്പം അതിന്റെ പശ്ചാത്തലം കൂടി വീണ്ടും പറയേണ്ടത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ, അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ജമ്മു കശ്മീരിൽ സത്യപാൽ മാലിക് ആയിരുന്നു ഗവർണറായിരുന്നത്. അപ്പോൾ മോദിക്ക് കശ്മീരിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന ഒരു മാധ്യമത്തിന് മുന്നിൽ അഭിമുഖത്തിൽ പറഞ്ഞതും അദ്ദേഹം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ പുൽവാമ വിഷയം ആഭ്യന്തര മന്ത്രാലയത്തിന് വീഴ്ച പറ്റി എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അതുമാത്രമല്ല, ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ജവാന്മാരെ കൊണ്ടുപോകാൻ CRPF എയർക്രാഫ്റ്റ് ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചു. കോർബറ്റ് പാർക്കിൽ വെച്ച പുൽവാമ ഭീകരാക്രമണത്തിലെ വീഴ്ചകൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഇക്കാര്യം ആരോടും പറയരുത് എന്നാണ് മറുപടി നൽകിയത് എന്നുള്ള കാര്യം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കശ്മീരിനെ കുറിച്ച് മോദിക്ക് ഒന്നും അറിയില്ല. അവിടുത്തെ വിഷയങ്ങൾ വലിയ ചൂടുപിടിച്ച ചർച്ചയായിരുന്നപ്പോൾ അദ്ദേഹം കരൺ താപ്പറിന് നൽകിയ ദ വയറിലെ അഭിമുഖത്തിൽ ഏറെ വിവാദമായ അഭിമുഖമായിരുന്നു അത്. അതുമാത്രമല്ല, ന്യൂസ് ക്ലിക്കിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖവും ഏറെ ശ്രദ്ധേയമായിരുന്നു. 2024 ഭരണം പിടിക്കാൻ മോദി ഏതറ്റം വരെയും പോകും, ഒരു പക്ഷേ രാമക്ഷേത്രത്തിൽ ഒരു സ്ഫോടനം പോലും ഉണ്ടായേക്കാം എന്ന് മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ ആരോപണം ഉയർത്തിയ ആൾ കൂടിയാണ് സത്യപാൽ മാലിക്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് കടുത്ത നടപടികളുമായി CBI മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറെ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം.